പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന ഡയറക്ടറേറ്റിന്റെ സംസ്ഥാന പരിസ്ഥിതി സംരക്ഷക പുരസ്കാരം ഇന്ന് സമർപ്പിക്കും. ഒരു ജനപ്രതിനിധി പുരസ്കാരത്തിന് അർഹനാകുന്നു എന്നതാണ് കൗതുകമുണർത്തുന്ന കാര്യം. മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെ കാട്ടാക്കടയിലെ നിയമസഭാംഗം IB സതീഷാണ് പുരസ്കാരത്തിന് അർഹമായിരിക്കുന്നത്. ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളിൽ വളരെ സജീവം ആണ് ഈ IB സതീഷ് MLA. ഏറ്റവും മികച്ച പരിസ്ഥിതി പ്രവർത്തകനുള്ള പുരസ്കാരം IB സതീഷ് MLA വെറുതെ അങ്ങ് സ്വന്തമാക്കുന്നതല്ല. 9 വർഷക്കാലത്തെ കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളാണ് സാക്ഷ്യം. ഒന്നോ രണ്ടോ അല്ല, എണ്ണിയാലെത്താത്ത അത്രയും പരിസ്ഥിതി സൗഹാർദ്ദ പദ്ധതികൾ നടപ്പിലാക്കി. അവയവദാന ക്യാമ്പയിനും ജൈവ പച്ചക്കറി കൃഷിയും വീട്ടിലൊരു കറിവേപ്പ് പദ്ധതിയും സംസ്ഥാനത്തിനാകെ മാതൃകയായി. ഐക്യരാഷ്ട്രസഭയുടെ ലോക പുനർനിർമ്മാണ കോൺഫറൻസിൽ വരെ പ്രതിപാദിച്ച ജലസമൃദ്ധി പദ്ധതി എന്ന ആശയം രൂപീകരിച്ചതും IB സതീഷ് MLA ആണ്. കാട്ടാക്കട മണ്ഡലത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പാക്കിയ പൂർണ്ണതയിലെത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതിനു വേണ്ടിയിട്ടാണ് കാർബൺ ഓഡിറ്റിംഗ് നമ്മുടെ മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ എങ്ങനെയാണ്, എത്രത്തോളമാണ് കാർബൺ ഫുട് പ്രിൻറ്റ്സ് എന്ന് മനസ്സിലാക്കാനൊരു ശ്രമം കാർബൺ ഓഡിറ്റിംഗ് പൂർത്തിയാക്കി. ആ കാർബൺ ഓഡിറ്റിംഗ് പൂർത്തിയാക്കി കാർബൺ എമിഷൻ്റെ തോത് മനസ്സിലാക്കി വെറുതെ ഇരിക്കുകയല്ല ഞങ്ങൾ ചെയ്തത്. ഒപ്പം എന്ന പേരിട്ട സ്ത്രീ സൗഹൃദ മണ്ഡല പദ്ധതി, ലഹരി വിമുക്ത മണ്ഡലത്തിനായി കൂട്ട്, കാർഷിക സ്വയം പര്യാപ്തതയ്ക്കായി ജൈവസമൃദ്ധി, വായുമലിനീകരണ തോത്, ജലനിരപ്പ്, ഊർജോപഭോഗം, മഴ, ഈർപ്പം, കാറ്റ്, താപനില എന്നിവ തത്സമയം അറിയാൻ പ്രത്യേക പദ്ധതി എന്നിവ IB സതീഷിൻ്റെ സ്വന്തം ആശയങ്ങളാണ്. തീർന്നില്ല. കാർബൺ ന്യൂട്രൽ കാട്ടാക്കട, കാവുകളുടെ പുനരുജ്ജീവന പദ്ധതി, സ്കൂൾ ഔഷധത്തോട്ടം, ബട്ടർഫ്ലൈ പാർക്ക്, സ്മൃതിവനം, പച്ചത്തുരുത്തുകൾ തുടങ്ങി പട്ടിക നീളും. നാടാകെ പ്ലാവ് പദ്ധതിയിലൂടെ 1 ലക്ഷം പ്ലാവിൻ തൈകളാണ് മണ്ഡലമാകെ നട്ടുവളർത്തിയത്. പിന്നെയും പദ്ധതികളേറെയുണ്ട്. അർഹതപ്പെട്ട അംഗീകാരമെന്നതിൽ തർക്കമില്ല. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കും. 24 തിരുവനന്തപുരം.